24 ഇമ്പാക്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനയെ കണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അഷ്കറിനെതിരായ പരാതികളിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ആമിനയുടെ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൊലപാതകിയുടെ പൂർവ്വചരിത്രം അറിയാനിടയായത്. അതിനെ തുടർന്നാണ് അയാളുടെ ക്രൂരതയ്ക്കിരയായ ആമിനെ ഇന്ന് കണ്ടത്. സ്വത്തിനു വേണ്ടി നിരന്തരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ആ കുട്ടിയും കുടുംബവും പറയുന്നത്. പലതവണ പെൺകുട്ടിയുടെ ഉമ്മയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്നോ സഹോദരനെ മുക്കിക്കൊല്ലുമെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണല്ലോ. എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തുവാൻ വേണ്ടി ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകും. ഇതിന് സർക്കാരിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ ആലോചിച്ച് ചെയ്യും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ഏതൊരു അതിക്രമത്തോടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 0 ടോളറൻസ് ആണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും വകുപ്പിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും നിലപാട്. 24 എൻകൗണ്ടറിലാണ് ആമിനെ കാണുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചത്. ഇന്നലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിനിടെ പ്രതി അഷ്കറിനെതിരെ ഗുരുതര ആരോപണവുമായി ആമിനയുടെ പിതാവ് ഷെരീഫ് രംഗത്തെത്തി. മകന്റെ മരണത്തിലും സംശയമുണ്ടെന്ന് ആമിനയുടെ പിതാവ് പറഞ്ഞു. അവളെ ഭർത്താവ് എന്ന് പറയുന്നവനും ഉമ്മായും അവളുടെ സഹോദരിയും കൂടി 3 പേരും അതിക്രൂരമായിട്ട് മർദ്ദിച്ചു കുട്ടിയെ പല പ്രാവശ്യങ്ങളായി. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ഇവളെ നോക്കാനായിട്ട് ചെന്നപ്പോൾ ഇവള് ബ്ലഡിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ്. അവിടെ ആരുമില്ല. ഞാനാണ് പിന്നെ അവിടെ നിന്ന് അപ്പോഴേ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് നേരെ മെഡിക്കലിൽ കൊണ്ടുപോകണം. മെഡിക്കലിൽ കൊണ്ടുവന്നാണ് സ്കാൻ ചെയ്തതിന് ശേഷം MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അസുഖമുണ്ട്, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന്. നമ്മൾ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നീന്താനൊക്കെ അറിയാവുന്നതാണ്. അതിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവൻ പറഞ്ഞിരിക്കുന്നത് എന്നെ വണ്ടി കയറ്റി ഇറക്കിക്കൊല്ലും, എൻ്റെ മോനെ വണ്ടി കയറ്റി ഇറക്കിക്കൊല്ലും. പിന്നെ സ്കൂളിൽ ചെന്നിട്ട് എൻ്റെ മോനെ വിരട്ടി ഇവന്മാർ ഒരു 7 പേര് കൂടി ചെന്നു. പിന്നെ എൻ്റെ ഭാര്യയെ വണ്ടി കയറ്റി ഇറക്കി കൊല്ലുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഇവിടെ വെച്ച് അടിച്ചു, ഈ ഹോസ്പിറ്റലിൽ വെച്ച്. ഞാനവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ഉള്ള സെക്യൂരിറ്റി എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചാണ് അവനെ പോലീസിൽ കൊടുത്തത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മേഘ്ന, 24 ആണ് ഈ ആമിനയുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിക്രൂരമായ ആക്രമണത്തിന് ആ പെൺകുട്ടി ഇരയാകുകയായിരുന്നു. അതിൽ ഇപ്പോൾ ഇടപെടലുണ്ടാകുന്നു. അതും ഇന്നലെ 24ന്റെ എൻകൗണ്ടറിൽ മന്ത്രി നൽകിയ ഉറപ്പാണ്. അതിന് പിന്നാലെ ഇന്ന് അവിടെ എത്തുന്നു. പക്ഷേ ഇപ്പോൾ മറ്റു ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി വരുന്നത് മകന്റെ മരണവുമായി ബന്ധപ്പെട്ടും ആമിനയുടെ പിതാവ് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലേ? അസിത, തീർച്ചയായും മന്ത്രി ബിന്ദു കൃഷ്ണ അല്പസമയം മുന്നെയാണ് മെഡിക്കൽ കോളേജിലെ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിലെത്തി ആമിനയെ കണ്ടത്. അതിനുശേഷമുള്ള പ്രതികരണത്തിലാണ് സമഗ്ര അന്വേഷണം നടത്തും, ഈ അഷ്കറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സമഗ്ര അന്വേഷണം നടത്തും, അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട കത്ത് ആഭ്യന്തരമന്ത്രിക്ക് നൽകും, അതുപോലെ തന്നെ ചികിത്സ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞു വയ്ക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ അല്പസമയം മുന്നെയാണ് ഈ ആമിനയുടെ പിതാവായിട്ടുള്ള ഷെരീഫുമായി സംസാരിച്ചത്. അദ്ദേഹത്തിന് വലിയൊരു സങ്കടക്കടൽ, തന്റെ മകൾ ഇങ്ങനൊരു ചികിത്സയുമായി ബന്ധപ്പെട്ട് കോമയിലടക്കമാകുന്നു, അങ്ങനെ ഒരു പ്രശ്നം. അതിനപ്പുറത്തേക്ക് 2024 ജൂണിലാണ് മകൻ മുഹമ്മദ് മരിക്കുന്നത്. വാമനപുരം 6-ൽ പാലോട് വെച്ച് മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. മുങ്ങി മരിച്ചു എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ അഷ്കറിന്റെ കുറ്റകൃത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ തന്റെ മകനെയും കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. അതായത് ആമിനയുടെ സഹോദരനായിട്ടുള്ള മുഹമ്മദിനെയും കൊലപ്പെടുത്തിയതാണോ എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. മകന് നീന്തൽ അറിയാമായിരുന്നു, എന്നിട്ടും എങ്ങനെയാണ് അത്തരമൊരു മുങ്ങിമരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് പിതാവ് ചോദിക്കുകയും ചെയ്യുന്നത്. അതിലൊരു സമഗ്ര അന്വേഷണം വേണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം മുന്നേയും ഈ അഷ്കറിന്റെയും ആമിനയുടെയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതുപോലെ തന്നെ അഷ്കർ ആമിനയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, തല ഭിത്തിയിലടിക്കുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പിതാവ് തന്നെയാണ് ആമിനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. അതിന്റെ ഒരു വൈരാഗ്യവും അതുപോലെ തന്നെ നേരത്തെ തന്നെ വാഹനമിടിച്ച് കൊലപ്പെടുത്തും, അതുപോലെ തന്നെ ഭീഷണികൾ തനിക്കും മകനും നേരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടി ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അതിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള കാര്യം ബിന്ദു കൃഷ്ണയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് പോലീസിലും ഒരു പരാതി നൽകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണം. കാരണം നേരത്തെ തന്നെ ഈ അഷ്കറിനെതിരെ ഈ ആദ്യ ഭാര്യ, അതുപോലെ തന്നെ ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയുടെ മരണത്തിലുമൊക്കെ അഷ്കറിന് പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മകന്റെ മരണത്തിൽ കൂടി ഒരു ദുരൂഹതയുണ്ട് എന്ന് ഈ പിതാവ് ആരോപിക്കുകയും ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട ഈ എല്ലാ പരാതികളിലും ഒരു സമഗ്ര ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പീഡനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആമിന നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആ പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിച്ചില്ല, തങ്ങൾക്ക് കൃത്യമായ നടപടികൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നെടുമങ്ങാട് പോലീസിൽ നിന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പിതാവ് പറയുന്നുണ്ട്. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകും. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്തയക്കും. അതുപോലെ ഇപ്പോൾ ആമിന ഇവിടെ കഴിയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ്. കാരണം അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല. 24-നടക്കം ആ സംസാരിക്കാൻ കഴിയാതെ, വ്യക്തത വരുന്നില്ലെങ്കിൽ പോലും അവർ സംസാരിച്ചതാണ് അവർ നേരിട്ട ക്രൂരകൃത്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ഗുരുതര സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ ഏറ്റെടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രിയും സർക്കാരും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടി, അതായത് മകൻ മുഹമ്മദ് 2024 ജൂണിൽ മരിച്ചത് അത് ഒരു മുങ്ങിമരണമായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ അഷ്കർ അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ശരി, ആമിനെ കാണുമെന്ന് ഇന്നലെ മന്ത്രി ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് ഇന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പാലിച്ചു. അവരെ പോയി കണ്ടു. പിന്നീട് കുടുംബം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുണ്ട്, അതിലൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുകയാണ്. വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ റിപ്പോർട്ട് ഉണ്ടാകും എന്ന് മന്ത്രി പറയുകയാണ്. അതിൽ ആഭ്യന്തരമന്ത്രിയെ കൂടി സമീപിച്ചുകൊണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.